എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഒരു ഉപ്പേരിയും കൂട്ടാനും ഉണ്ടാക്കുകയാണ് കേട്ടോ. കൂട്ടാൻ എന്ന് പറഞ്ഞാൽ പച്ചടിയാണ്. ബീട്രൂട്ടും ക്യാരറ്റും കൊണ്ടുള്ള പച്ചടി, കൈപ്പക്ക കൊണ്ടുള്ള ഉപ്പേരിയാണ്. ഈ കൈപ്പക്ക നമ്മൾ കയ്പ്പ് കാരണം ആരും കഴിക്കില്ലല്ലോ. അപ്പൊ ഈ കൈപ്പക്ക കയ്പ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. അതിന് ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കട്ടെ. നന്നായിട്ട് അരക്കണം. ചട്ടി വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് പച്ചടി പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാം കൂടി ഒരു 2-4 മിനിറ്റത്തെ പണിയുള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ പച്ചടി പലതരം പച്ചടി ഉണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായ കുറച്ച് കടുക് ഇടുക. കടുക് ഇട്ടുണ്ട്. 2 വറ്റൽമുളക് പൊട്ടിച്ചിടാം. ഈ ബീട്രൂട്ടും ക്യാരറ്റും കൂടി നന്നായി അരഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ അതിലേക്ക് ഇടുകയാണ്. ചിലതിങ്ങനെ വേവിക്കാതെ ഉണ്ടാക്കും കേട്ടോ. ഞാൻ ചെറുതായിട്ട് വേവിച്ചിട്ടാണ് ഉണ്ടാക്കല്. അങ്ങനെ പച്ച അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും. ലേശം ഉപ്പ് ഇടാം. ഉപ്പിട്ടിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അതിൻ്റെ പച്ച കൈയൊന്ന് മാറുള്ളൂ. അത്രേ വേണ്ടുള്ളൂ. അതൊന്ന് അടച്ചു വെക്കണം. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. അപ്പം അതിലേക്ക് ഞാൻ പച്ചമുളക് 2 മധുരമല്ലേ, അപ്പോൾ കുറച്ച് എരിവിടുന്നോട്ടെ. ഒരു വലുതാണ്, 1.5 പച്ചമുളക് ഇട്ടുണ്ട്. കുറച്ച് ഇളവുണ്ട്, കുറച്ച് തേങ്ങ മതി. കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ 1 സ്പൂണോളം കടുക്. ഇത് നന്നായിട്ട് നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരും. നേരെ ഒന്ന് അരച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും നാളികേരവും കടുകും കൂടിയുള്ളതിലേക്ക് ഇടുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പച്ചടി. ഇതൊന്ന് ഇളക്കാം. നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം. തൈര് ഒഴിച്ച് മിക്സ് ചെയ്യുക. എത്രത്തോളം തൈര് വേണം, പുളി വേണം എന്നുള്ളതനുസരിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി തൈര് ഒഴിക്കാം. ഇത് മതി. പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉച്ചക്കിലേക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ക്യാരറ്റും ബീട്രൂട്ടും കൂടിയുള്ള പച്ചടി. ഇനി അടുത്ത് നമുക്ക് കൈപ്പയ്ക്കൊപ്പം ഉണ്ട്. അത് ഞാൻ വാങ്ങിയിരിക്കുകയാണ്. കടുക് ഇട്ടുണ്ട്. കടുകൊന്ന് പൊട്ടുമ്പോഴേക്ക് ഒരു വറ്റൽമുളക് മതി. സവാള എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. കൈപ്പക്ക വളരെ പൊടിയായി അരിഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ. ഇത് അത്ര പൊടിയായി ഞാൻ അരിഞ്ഞിട്ടില്ല. വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക കൈപ്പക്ക.
വയ്ക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയിട്ട് രണ്ടൊരു പച്ചമുളക് അതിലേക്ക് മുറിച്ചിടാം. നമ്മളിതിൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതിൽ വെള്ളം ഒഴിക്കില്ല. പൊതുവേ കയ്പയ്ക്ക വെള്ളം ഒഴിച്ച് വേവിച്ച കയ്പ് കൂടും. അത് കാരണം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുകയാണ്. ഇതൊന്നിങ്ങനെ വാട്ടിയ ശേഷം പിന്നെ കയ്പയ്ക്ക എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ കയ്പ് കുറവും. പക്ഷെ അതെന്നും ഇങ്ങനെ കയ്പയ്ക്ക എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഉപ്പിടണം. ഉപ്പിട്ടിട്ടില്ല. അര സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. വളരെ ചെറിയ കഷ്ണമായി പൊടിയായി അരിഞ്ഞാൽ അത്രയും നല്ലത്. അങ്ങനെയാകുമ്പോൾ വേഗം വേവാനും എളുപ്പമാണ്. വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നല്ലേ. ഇനി ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. കുറച്ച് അധികം വേണ്ട. കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാൻ കഴിയും. ഈ തൈര് ഒഴിക്കുമ്പോൾ അതിൻ്റെ പുളിയൊക്കെ പോകും. പൊതുവേ പുളി ഒഴിച്ചാലും ഒക്കെ കയ്പൊക്കെ കുറയുമല്ലോ. ഇത് നമുക്ക് ഈ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങ കൂടി ഇടുകയാണ് കൂട്ടത്തിൽ കൂടെ. തേങ്ങ ഇട്ടിട്ട് നമുക്ക് ഇതിനോട് അടച്ച് ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് വേവാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചതാണ്. എന്താ കയ്പയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. എന്താ ഉള്ളിയിലിട്ട് ഉള്ളി അതിൻ്റെ കൂടെ ഫ്രൈ ആയിക്കോളും. ഉള്ളി ഇടുമ്പോഴും കുറച്ച് മധുരമില്ല. അത് കാരണം കയ്പൊക്കെ പോകും. കയ്പൊക്കെ ഞാൻ ആദ്യമേ മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുന്നതാണ്. പച്ചക്കറികളൊക്കെ മഞ്ഞൾപ്പൊടിയിലോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലോ കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും ഇട്ട് വെക്കണം. ഇതിൽ ഞാനൊരു അര സ്പൂൺ മുളക് പൊടി കൂടി ഇട്ടിരുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി ഇട്ടാലും കയ്പ് കൂടുന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വെള്ളം ഒഴിച്ചാലും മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഒന്നും കൂടി വേണം എന്നുള്ളവർക്ക് ഫ്രൈ ആക്കാം. അതൊക്കെ വെന്തതാണ് ഇതിൽ. അപ്പോൾ നമ്മുടെ കയ്പില്ലാത്ത കയ്പക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കയ്പ് വളരെ കുറവായിരിക്കും. ഉണ്ടാവില്ല കയ്പ് എന്ന് തന്നെ പറയാം കേട്ടോ. വെള്ളം ഒഴിച്ചാലാണ് കയ്പ് കൂടുക. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാം കയ്പില്ലാതെ കയ്പക്കപ്പേരി. അതുപോലെ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയുള്ള പച്ചടി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.